അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ സ്റ്റെയർ റൂമിൻ്റെ വാർപ്പും അതേപോലെ തന്നെ ലെൻറ്റിലും കഴിഞ്ഞിട്ട് 2 ദിവസമായി. 5-ാം തീയതി ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല വെയിലായിരുന്നു, പണിയില്ല. അപ്പോൾ നമുക്കൊന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് വന്നാണ്. നോക്കുമ്പോൾ മുകളിലത്തെ സ്റ്റെയർ റൂമിൻ്റെ വാർപ്പ് ചെയ്താണിത്. അങ്ങനെ ഉണങ്ങി ഡ്രൈ ആയി കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അതൊന്ന് നനയ്ക്കാനുള്ള പരിപാടിയൊക്കെ നോക്കി. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായി. കാരണം എന്താ വെച്ചാൽ മോട്ടറിൻ്റെ സ്വിച്ചൊക്കെ ഡ്രിപ്പായി കിടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി മുകളിലൊക്കെ കയറി ഓസൊക്കെ പിടിച്ച് മുകളിൽ താഴെ പോയി മോട്ടറിൻ്റെ സ്വിച്ച് ഇടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ആ സമയത്താണ് മോട്ടർ ഓൺ ആവാതെ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് താഴെ വീണ്ടും ഇറങ്ങിപ്പോയി. ആ സമയത്ത് മുകളിൽ കയറി അവളാണ് ഇപ്പോൾ നനച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ ജസ്റ്റ് തുടങ്ങിയപ്പോഴേക്കും ഞാൻ വീണ്ടും മുകളിലേക്ക് തന്നെ കയറി നമ്മൾ നനയ്ക്കാനായിട്ട് തുടങ്ങി. നല്ല ഡ്രൈ ആയി കിടന്നിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ വേഗം വറ്റിപ്പോകുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗവും നനച്ചു കൊടുത്തു. നന്നായി കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് നിന്നത്. അതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും വെള്ളം എത്തിച്ച് ചുമരൊക്കെ ആകെ ഡ്രൈ ആയി കിടക്കുകയായിരുന്നു. 2 ദിവസം നന്നായിട്ട് വെയിലടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും നന്നായിട്ട് ഉണങ്ങി കിടക്കുകയായിരുന്നു. ഉൾഭാഗവും അടിഭാഗം ഫ്ലോറും എല്ലാം അതേപോലെ തന്നെ ഉണങ്ങി ഡ്രൈ ആയി കിടക്കുന്നുണ്ടായിരുന്നു. പണി നടക്കുന്ന സമയങ്ങളിലാണെങ്കിൽ അവിടെ എപ്പോഴും വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് പണിയില്ലാത്തത് കാരണം കൊണ്ട് തന്നെ എല്ലാ ഭാഗവും ഡ്രൈ ആയി ഉള്ളിലൊന്നും ഒരു തുള്ളി പോലും വെള്ളമില്ലാണ്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗമൊക്കെ നനച്ചു കൊടുത്തു. ഓസ് എത്തുന്ന ഭാഗത്തേക്ക് പോയിട്ടും അല്ലാത്ത ഭാഗത്തേക്ക് ഫോഴ്സിലടിച്ചു കൊടുത്തും ചുമരും അതേപോലെ തന്നെ ഇനിയും ലിൻറ്റിലിൻ്റെ മുകളിലേക്കുള്ള കല്ല് വെക്കാനുള്ള കല്ലെല്ലാം അവിടെ കൊണ്ടുവന്ന് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നനച്ചു കൊടുത്തു. മൊത്തത്തിൽ കുളിപ്പിച്ചിട്ടാണ് പോകുന്നത്. പാരപ്പറ്റ് ഏരിയയും അതേപോലെ തന്നെ എല്ലാ ഭാഗവും ഒന്ന് നനച്ചിട്ടുണ്ടായിരുന്നു. ഓസ് കുറേയൊക്കെ ലീക്കായിട്ട് വെള്ളം പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോഴ്സ് ഇത്തിരി കുറവായിരുന്നു. എന്നാലും പറ്റുന്ന പോലെയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ച് നനച്ചു. ചുമര് 2 ദിവസമായിട്ട് നനവില്ലാത്തത് മീൻസ് രാത്രി മഴയുണ്ട്, പക്ഷേ പകൽ വെയിലടിക്കുന്നത് കാരണം കൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിടക്കുകയായിരുന്നു. വെള്ളമെല്ലാം പെട്ടെന്ന് തന്നെ കുടിക്കുന്നുണ്ടായിരുന്നു. ഓസ് എത്താവുന്ന പരമാവധി എല്ലാ ഭാഗത്തേക്കും ഓസ് എത്തിച്ച് തന്നെ നനച്ചു. പിന്നെ അതിനുശേഷം അടുക്കളയിലുള്ള സ്ലാബ് വാർത്തത് നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്ക് നനയ്ക്കാൻ വിട്ടുപോകും. കാരണം എന്താ വെച്ചാൽ താഴെയല്ലേ, മുകളിൽ പണി നടക്കുന്ന കാരണം കൊണ്ട് മുകളിലേക്ക് മാത്രമേ ശ്രദ്ധ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ആ ഏരിയയും വളരെ നന്നായിട്ട് തന്നെ 2-3 ബക്കറ്റ് വെള്ളം ഒഴിച്ച് നന്നായി നനച്ചു കൊടുത്തു. പിന്നെ അതിനുശേഷം നമ്മുടെ ഷോക്കേസിൻ്റെ വർക്ക് നടന്നതൊക്കെ അങ്ങനെ ഡ്രൈ ആയി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനും നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മുകൾ ഭാഗത്ത് ഓസ് കിടക്കുന്ന കാരണം കൊണ്ട് പിന്നെ താഴെ ഭാഗത്തുള്ള ഷെൽഫിലേക്ക് ഓസ് കിട്ടിയില്ല. അത് വീണ്ടും ഉള്ളിലേക്കൂടെ തന്നെ എടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ മുകളിൽ വാർപ്പ് കഴിഞ്ഞതിൻ്റെ മുട്ടും ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതിൽ കൂടെ ഓസ് കാര്യങ്ങളെല്ലാം ഇട്ട് വലിച്ചാൽ ചിലപ്പോൾ അതെല്ലാം വിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടാണ് ഷെൽഫും കാര്യങ്ങളെല്ലാം നനച്ചത്. ഓരോ ബക്കറ്റ് വെള്ളം മുകളിൽ കോരി കൊണ്ടുവന്ന് തന്ന് അത് ഞാൻ വാങ്ങി ഒഴിച്ചു. എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്ന പോലെ. കപ്പെല്ലാം ലീക്കായിരുന്നു പൊട്ടിയിട്ട്. അപ്പോൾ അത് കാരണം കുറേശ്ശെ എടുത്തിട്ടാണ് നനച്ചത്. എന്നാലും നല്ല രീതിയിൽ തന്നെ നനയ്ക്കാൻ പറ്റി. അതിനുശേഷം അടുക്കളയിലത്തെ ഷെൽഫും കൂടി നനച്ചു. പിന്നെ അതിനുശേഷം മറ്റേ റൂമിലത്തെ ഒരു ഷെൽഫും കൂടി നനയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ 3 ഷെൽഫും നനച്ച് വളരെ ഭംഗിയാക്കിയിട്ടാണ് തിരിച്ചു പോകുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ താഴേക്ക് വലിഞ്ഞിറങ്ങുമ്പോൾ തന്നെ അത് നന്നായി കുടിക്കുന്നുണ്ടായിരുന്നു. വെയിലിൻ്റെ ചൂടുകൊണ്ട് പകൽ നല്ല വെയിലായിരുന്നു. രാത്രിയെല്ലാം മഴയുണ്ടായിരുന്നത് കൊണ്ട് തന്നെ മുകളിൽ ഭാഗം നനവുണ്ട്, പക്ഷേ എന്നിരുന്നാലും നനവ് കുറവാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നനയ്ക്കലൊക്കെ കഴിഞ്ഞ് ഫ്രണ്ട് ഭാഗമൊക്കെ ഷീറ്റ് വെച്ച് അടച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഷെഡിൻ്റെ ലോക്കെല്ലാം ഇട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.